അല്പം മുൻപ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിലേക്കാണ് ഇനി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ റോഡ് ഷോയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ ഒരു പ്രധാനമന്ത്രിയുടെ പ്രതികരണം, മുഖഭാവം തന്നെ നിങ്ങൾ കണ്ടില്ലേ? കാരണം അദ്ദേഹം വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് കേരളത്തെ കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇന്നത്തെ പാലക്കാട് റോഡ് ഷോയുടെ പ്രത്യേകത നിങ്ങളെല്ലാവരും ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, പൊതുസമൂഹം ഒന്നടങ്കം കുടുംബസമേതം ഈ പൊരുവയിലെത്തും അദ്ദേഹത്തെ കാണാൻ വന്നിരിക്കുന്നു, ആശീർവദിക്കാൻ എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ കണ്ടു പലയിടങ്ങളിലും പാലക്കാട്ട് പർദ്ദ അണിഞ്ഞ മുസ്ലിം സഹോദരിമാർ, തട്ടമിട്ട മുസ്ലിം സഹോദരിമാരടക്കം. ഇതൊന്നും പൊതുവെ കേരളത്തിൽ പതിവില്ലാത്ത ഒരു രീതിയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും മോദിയെ വരവേൽക്കുന്നു എന്നുള്ളത് മാറ്റത്തിന്റെ സൂചനയാണ്. കേരളം ഇത്തവണ മാറുക തന്നെ ചെയ്യും. ഈ മണ്ഡലവും ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഇവിടെ എത്തിയപ്പോഴാണ് കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ മുഖം വളരെ പ്ലസന്റ് ആയിരുന്നു. അത് വലിയ ആത്മവിശ്വാസം അദ്ദേഹത്തിന്, കേരളത്തിലെ ജനങ്ങളെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. കേരളത്തെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് മോദിക്ക്. വീണ്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കാണ് വീണ്ടും അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ കൂടി അദ്ദേഹത്തിന്റെ പരിപാടികൾ വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പാർട്ടി കേന്ദ്ര നേതൃത്വം അതിൽ ഉചിതമായ തീരുമാനമെടുക്കുക തന്നെ ചെയ്യും. ശ്രീ കെ സുരേന്ദ്രൻ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഈ റോഡ് ഷോയ്ക്ക് ശേഷം വലിയ ആവേശം ഇവിടെ കാണാൻ കഴിഞ്ഞു. പ്രധാനമന്ത്രി വളരെയധികം സന്തോഷവാനായിരുന്നു. ഈ റോഡ് ഷോയിലൂടെ ഇതിലെ ആളുകളുടെ എണ്ണവും ഒക്കെ കണ്ട് അദ്ദേഹം വളരെയധികം സന്തുഷ്ടനായിരുന്നു എന്നാണ് ശ്രീ കെ സുരേന്ദ്രൻ നമ്മളോട് പറഞ്ഞത്. എന്തായാലും റോഡ് ഷോ പൂർത്തിയാക്കി അദ്ദേഹം ഇപ്പോൾ ഇതാ ഈ മേഴ്സി കോളേജ് മൈതാനത്തേക്ക് പോയിരിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്.